നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ആനകളെ കാണാനായിട്ടാണ് കേട്ടോ. കോന്നിയിലുള്ള ആനക്കോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ റാന്നി, പത്തനംതിട്ട, കോന്നി ഈ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സെറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള കോന്നി എക്കോ ടൂറിസം. അപ്പോൾ മെയിൻ എൻട്രൻസ് കടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകരുടെ ശ്രദ്ധിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അകത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ കാണുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്കിനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. ഇനി നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ ആനക്കൂട്. 1942 നിർമ്മിച്ചതാണ് ഈ ഒരു ആനക്കൂട്. കമ്പകത്തിന്റെ തടിയിലാണ് ഈ ഒരു ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കൂട്ടിനുള്ളിലാണ് ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത്. ഈ ആനക്കുട്ടിക്ക് 5 വയസ്സാണുള്ളത്. 1 വയസ്സുള്ളപ്പോഴാണ് ഇതിനെ ഇവർക്ക് കിട്ടിയത്. ഈ ആനക്കൂടിന്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അത് കണ്ടപ്പോൾ തന്നെ സേര അങ്ങോട്ടാണ് ഓടിയത് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആനയുടെ രൂപം അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈ മുള്ളട, അങ്കുശം, ഇടച്ചങ്ങല, കത്തി, വലിയ കോൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആനയുടെ സ്കെൽറ്റൻ ആണ്. അതിന്റെ കൊമ്പ് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. അടുത്തതായിട്ട് കാണുന്ന കുറച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഫോട്ടോസും അവരുടെ സൗണ്ടും ആണ്. അപ്പോൾ ഒരു ചേച്ചിയാണ് അവിടെ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോ മൃഗങ്ങളുടെ സൗണ്ട് ഏതാണെന്ന് അവർ നമ്മളെ കേൾപ്പിച്ചത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വഴിയിലൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറച്ച് ആനകളെ കാണാൻ സാധിക്കും. ഇതിന്റെ പേര് പ്രിയദർശിനി, വയസ്സ് 40. ഇതിന്റെ പേര് മീന, വയസ്സ് 33. അടുത്തത് നമ്മൾ കാണുന്ന നീലകണ്ഠൻ എന്ന് പറയുന്ന ഈ ഒരു ആനയാണ്. ഇതിന് വയസ്സ് 27. ഇത് കുറച്ച് കലിപ്പനാണെന്ന് തോന്നുന്നു. വീഡിയോസ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ നേരെ ഇങ്ങനെ വരുന്നുണ്ട്. ഏകദേശം 9 ഏക്കറിലാണ് ഈ ഒരു ആന പരിശീലന കേന്ദ്രം വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെ എനിക്ക് കൃഷ്ണ എന്ന പേരുള്ള ഈ ഒരു ആനയും കൂടിയുണ്ട്. ഇതിൻ്റെ വയസ്സ് 11. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എലിഫന്റ് ആർട്ട് ഗാലറിയാണ്. ഇതിൻ്റെ വെളിയിലായിട്ട് ആനകളെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെയും കുറേ ആനകളുടെ രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു പാർക്കിലേക്ക് കിടക്കാനാണെങ്കിൽ വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. വീഡിയോ ഷൂട്ടിങ്ങിനാണെങ്കിൽ 2500 രൂപയും പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് 100 രൂപയാണ് ചാർജ്. ഇതിൻ്റെ ഉള്ളിൽ വാഷ്റൂം ഉണ്ട്. നല്ല വൃത്തിയുള്ള വാഷ്റൂമാണെല്ലാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.